നമസ്കാരം. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിലൂടെ ഒരു വീഡിയോ കണ്ടു. ഒരു സ്ത്രീ മണ്ണിടിച്ചിലിൽ മണ്ണിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവരുടെ അരയ്ക്ക് താഴോട്ടുള്ള ഭാഗം മണ്ണുകൊണ്ട് മൂടിയിരിക്കുകയാണ്. അവർക്ക് അതിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ അവർ കിടന്ന് വെപ്രാളപ്പെട്ട് വിളിക്കുന്ന ഒരു രംഗം. അത് കണ്ടുകൊണ്ട് മക്കൾ വീഡിയോ എടുക്കുകയാണ്. ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പേടിക്കാതെ രക്ഷപ്പെടുത്തിക്കോളാമെന്ന്, ഞങ്ങൾ ഈ വീഡിയോ എന്ന് എടുത്ത് കഴിയട്ടെ എന്നാണ് മക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. കണ്ടപ്പോൾ വളരെ കഷ്ടം തോന്നി അല്ലേ. ഇതിപ്പോൾ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും മരിക്കാൻ കിടക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോഴൊക്കെ എല്ലാവരും ചെന്ന് അവരവരുടെ ക്യാമറ ഓൺ ചെയ്ത് പിടിച്ചിങ്ങനെ നിൽക്കും. ഒരാൾക്കും ഉടനടി എന്തെങ്കിലും ചെയ്യണമെന്നോ അയാളെ രക്ഷപ്പെടുത്തണമെന്നോ എന്ന് യാതൊരു ബോധവുമില്ല. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണം, തെളിവായിട്ട് കൈ കരുതാൻ വേണ്ടി. അത് വേറൊരു കാര്യം. അതുപോലല്ല ദുരന്ത സമയത്തൊക്കെ ചെയ്യേണ്ടത്. ഞാൻ ഇതിന് മുമ്പ് ഒരു 5-6 മാസത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അച്ഛൻ ICUയിലാണ്, മോള് ആശുപത്രിയിൽ ചെന്ന് വാട്ട ഈറ്റിനിടെയൊക്കെ ചെയ്യുകയാണ്. എൻ്റെ ഹോസ്പിറ്റലിൽ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞ്, ഹലോ ഗൈസ് നമ്മളിപ്പോൾ ആശുപത്രിയിലാണ്, അച്ഛൻ ICUയിലാണ്, അച്ഛനിപ്പോൾ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കുകയാണ്. എങ്ങനെ പറ്റുന്നതെന്നറിയത്തില്ല. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ സ്വന്തം അച്ഛനമ്മമാരൊക്കെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള മനസ്സ് നമുക്ക് എങ്ങനെ വരും? ആ സമയത്ത് നമ്മുടെ മനസ്സിൽ എന്ത് മാത്രമാണ് അവരെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. അവരൊന്ന് വീഴുന്നത് കാണുമ്പോൾ ഉടനെ നമ്മൾ കൊച്ചു കുട്ടികളൊക്കെ ചെറുപ്പത്തിലെ നടക്കുന്ന സമയത്ത്, കുഞ്ഞിലെ നടക്കുന്ന സമയത്തൊക്കെ, ഓടുന്ന സമയത്തൊക്കെ പടപടയെന്ന് വീഴുന്ന സമയത്തൊക്കെ അയ്യോ എൻ്റെ കുഞ്ഞെന്നും പറഞ്ഞ് അമ്മമാർ ഉടനടിയാണ് ആക്ഷൻ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, ഓടിച്ചെന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തിരിച്ച് അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എടുക്കണം പിള്ളേരെ, അവരെ രക്ഷിക്കണം. അതിനാണ് നമ്മൾ ആദ്യം ഒരുങ്ങേണ്ടത്. വീഡിയോ ഒക്കെ എടുക്കാം, പിന്നെ നിങ്ങൾക്ക് കണ്ടന്റുകളൊക്കെ കിട്ടും. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ആയുസ്സും ആരോഗ്യം വെച്ചല്ല നിങ്ങൾ കണ്ടന്റ് കണ്ടുപിടിക്കേണ്ടത്.